എൻ്റെ പേര് ഷാനവാസ് വട്ടിയൂർക്കാവിൽ നിന്നാണ്. ഇപ്പോൾ കേരളത്തിലാകെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ഒരു സ്റ്റാറ്റസ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് 3.0 ലോഡിംഗ് എന്നാണ്. കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരും എന്നൊരു സ്റ്റാറ്റസ് ആണ് ഈ കേരളത്തിലാകെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോ ഇത്തരത്തിലൊരു യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ് കഴിഞ്ഞ ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേക്ക് കടന്നു വന്നാൽ എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന് വളരെ വ്യക്തമായ ഉത്തരം. ഏതായാലും നിങ്ങൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചുകൊണ്ട് നന്നായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 3ാം ടേമും അധികാരത്തിൽ വരുമെന്ന് ശക്തിയായിട്ട് വിശ്വസിക്കുന്നവർ വേറെ ആരുമല്ല, ഒന്നാമത്തെ അതിലാള് ശശി തരൂരാണ്. രണ്ടാമത്തെ ആള് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മൂന്നാമത്തെ ആളുകൾ കോൺഗ്രസ്സുകാരാണ്. അവർ ഇപ്പോഴേ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യവും ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്നതിൻ്റെ ഉത്കണ്ഠയിലാണ് ആളുകളുള്ളത്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നോ ഭരണപക്ഷത്തിരിക്കുന്നോ എന്നുള്ളതല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ചുമതല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി 2 മാർഗമാണ്. ഒന്ന്, സ്വയം സംരംഭകരെ സജീവമാക്കുക. ഞാൻ കൂടി മന്ത്രിയായിരുന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർവേയും അതിൻ്റെ ഒപ്പം തന്നെ ഈ തൊഴിൽ എൻ്റെ ഒരു അവകാശമാണ് എന്നാ നിങ്ങൾ എത്ര ആളുകൾ കേട്ടിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. തൊഴിൽ എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സർവേ ഒക്കെ നടന്നത്. 1,00,000 സംരംഭകരെ ഞങ്ങൾ കണ്ടെത്തുമെന്നാണ് അത് കണ്ടിരുന്നത്. ഒരു പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു കോർപ്പറേഷനും ഒരാൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി അതിന് മുമ്പ് ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ആ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ഒരാളും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല, ഓരോരുത്തൻ ഈ പറയുന്ന സംരംഭ പ്രവർത്തനവുമായിട്ട് വരുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറി ഉൾപ്പെടെ എങ്ങനെയാണ് ഇത് ഒഴിവാക്കുക എന്നുള്ള ഗവേഷണമാണ് നടത്തിയിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംരംഭം എങ്ങനെ നടത്താതിരിക്കണം, എങ്ങനെ അനുവദിക്കാതിരിക്കണം, ഇതായിരുന്നു ഗവേഷണം. ആ ഗവേഷണം അവസാനിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ തൊഴിൽ കൊടുക്കേണ്ട ആളുകളായിട്ട് പ്രവർത്തിക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന തൊഴിൽ കൊടുക്കണം, ഇത്ര 1000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ഓരോരുത്തരോടും പറഞ്ഞു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് നമ്മൾ പറഞ്ഞത് സംരംഭ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ സംരംഭ പ്രവർത്തനത്തിന് അംഗീകാരം കിട്ടാൻ വേണ്ടി അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ, മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓശാനിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. ഓൺലൈൻ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്തു. അന്നേ പ്ലാൻ ചെയ്ത് തന്നെയാണത്. നമുക്കിപ്പോൾ ഇവിടെ രാജീവൻ പറയുന്ന പോലെ എത്ര മിനിറ്റുകൾ കൊണ്ട് അവർക്ക് വ്യവസായം തുടങ്ങാനുള്ള, സംരംഭം തുടങ്ങാനുള്ള അനുവാദം കൊടുക്കാൻ പരിപക്വമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത് എത്രയാ? 1ാമത്തെ പ്രാവശ്യം 1,30,000 രജിസ്റ്റർ ചെയ്തു. 2ാമത്തെ പ്രാവശ്യം അത് ഏതാണ്ട് 2 ലക്ഷത്തിലധികമായി. ഇപ്പൊ നോക്കുമ്പോൾ 3 ലക്ഷത്തിലധികം അടുത്ത് വരികയാണ് സംരംഭ പ്രവർത്തനം രജിസ്ട്രേഷൻ. അതിൽ 10-30% ചത്തുപോകും. ചത്തുപോകില്ലാന്ന് നമ്മൾ വിചാരിക്കേണ്ട, പോകും. ഒരു 30% പോയാലും ഒരു 1.5 ലക്ഷം 2 ലക്ഷം ഉണ്ടാവും. ആ 2 ലക്ഷം സംരംഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2-3 ആൾക്ക് ജോലി കിട്ടിയാൽ ഒരു 6 ലക്ഷം 7 ലക്ഷം ആൾക്ക് ജോലിയായി, സ്വയം സംരംഭത്തിന്റെ ഭാഗമായിട്ട് ജോലിയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വരുമാനം കൂടി, വാങ്ങൽ ശേഷി കൂടി, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോഴും അടുത്ത 5 കൊല്ലം കൂടി അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ പാർട്ടി 24ാം പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് നവകേരളത്തിന്റെ പുതുവഴികൾ എന്താണ് എന്നതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ എങ്ങനെയാണ് ഭരണത്തിൽ കയറുക എന്നുള്ളതല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്. നവകേരളത്തിന്റെ പുതുവഴികൾ അത് ചർച്ച ചെയ്യാൻ പോവാം.